മാംഗ്ലൂർ ബോണ്ട അല്ലെങ്കിൽ ഗോൾഡ് ബാജി അതിനൊപ്പം ഒരു നല്ല ചമ്മന്തിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മാംഗ്ലൂർ ബോണ്ട അല്ലെങ്കിൽ ഗോൾഡ് ബജി ഉണ്ടാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുക്കാം. ഈ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് എടുത്തേക്കുന്നത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വയവിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പതഞ്ഞ് വരും, ഇച്ചിരി ഫ്രോത്തി ആയിട്ട് വരും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് മൈദ ചേർക്കാം. അപ്പം മൈദ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. 1/4 കപ്പ് തൈരിന് 1.5 കപ്പ് മൈദ. അതേപോലെ നമ്മുടെ ബോണ്ടയ്ക്ക് നല്ലൊരു ക്രിസ്പ് ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാം. ഇനി നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് ഇച്ചിരി അയൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടേ. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുക. ശേഷം 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ചേർക്കേണ്ട വരത്തില്ല. അപ്പോൾ നമ്മൾ പൊടി എടുക്കുമ്പോൾ ഒക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറുതായിട്ട് വെള്ളം ചേർക്കേണ്ട വരിക. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1.5 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളിയോ സവോളയോ ചേർക്കാം, അല്ല അതിന് പകരം തേങ്ങ ചേർത്തും കാണാറുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതുപോലെ എരിവ് കണക്കാക്കി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനൊരു പച്ചമുളക്, എരിവുള്ള മുളകാണ്, ഒരു പച്ചമുളക് ചേർത്തു. പിന്നെ കുറച്ച് മല്ലിയില. ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കായംപൊടി. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നല്ലൊരു ഫ്ലേവറാണ് ഈ ബോണ്ടയ്ക്ക്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വറക്കുന്നത്, അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ 2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്ക് അടച്ച് 1/2 മണിക്കൂർ മിനിമം മാറ്റി വെക്കാം. അപ്പോൾ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 to 4 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. മിനിമം ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി കുഴച്ച് വെച്ചേക്കുന്ന മാവ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ചൂടാക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എണ്ണ എടുക്കണം, മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വേണം മാവിലേക്ക് മുക്കാൻ. അതേപോലെ ചെറിയൊരു ഇതാക്കി എടുക്കാം. ഇപ്പോൾ സാധാരണ കിട്ടുമ്പം വലിയ ബോണ്ടായിട്ടായിരിക്കും, നമ്മൾ ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ഓരോ പ്രാവശ്യം ഡിപ്പ് ചെയ്ത് ഇടുക. ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. മാംഗ്ലൂർ ബോണ്ട അല്ലെങ്കിൽ ഗോൾഡ് ബാജി എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കാം.
ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പൊട്ടുകടല, ഒരു 4 ചുവന്നുള്ളി, എരിവിന് കണക്കാക്കി പച്ചമുളക് ചേർക്കാം. ഞാൻ 2 പച്ചമുളക് ചേർത്തു. അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് ചെറിയൊരു പിടി മല്ലിയില, അതിനൊപ്പം ഒരു 3-4 ഇല മിൻറ്റ് ലീവ്സ് കൂടെ ചേർക്കുകയാണ്, പുതിന ഇല. കുറച്ച് വെള്ളം ചേർത്ത് ഇത് അരച്ചെടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർക്കാം. നമുക്ക് ഒത്തിരി സ്മൂത്തായിട്ട് ആവശ്യമില്ല, ഇച്ചിരി ഈ ഒരു പരുവത്തിന് എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് താളിച്ചെടുക്കണം. കടുക് പൊട്ടിക്കണം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി, 2 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് ഒഴിക്കും. നമ്മുടെ മൈസൂർ ബോണ്ട അല്ലെങ്കിൽ മാംഗ്ലൂർ ബോണ്ട റെഡിയാണ്. അതിൻ്റെ കൂടെ ചമ്മന്തി. ഈ ഒരു ചമ്മന്തി തന്നെ വേണമെന്നില്ല. നമ്മൾ ദോശയുടെ കൂടെ ഉണ്ടാക്കുന്ന ഏത് ചമ്മന്തിയും നമുക്ക് ഈ മാംഗ്ലൂർ ബോണ്ടയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിക്കാം. പുറം നല്ല ക്രിസ്പാണ്, ഒക്കെ ഇതേപോലെ ഇരിക്കും, സോഫ്റ്റായിട്ട് കിട്ടും. അപ്പം ആറും തോറും ഇത് ഇച്ചിരി ചൂവി ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ മൈദയും തൈരും തന്നെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ചൂവി ടെക്സ്ചർ ആയിരിക്കും വരിക. അപ്പോൾ ഈ ഒരു ബോണ്ട നമുക്ക് 4 മണി പലഹാരമായിട്ട് സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.